അന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇമാം സർകസി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ചു. അതുപോലെ ഇമാം മുഹിബ്ബുത്തുറൈ റളിയല്ലാഹു അൻഹുവിന്റെ അതേ അത്തസ്വീഖ് ഇലാ ബൈത്തുൽ അതീഖ് എന്ന ഗ്രന്ഥം, അതിന്റെ 21ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. ആ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് മാ ബൈനൽ മഖാമി ഇല റുക്നി ഇലാ ബിരി സംസമ ഇലൽ ഹിജ്രി ഖബ്റു സബഅത്തിൻ വസരീന നബിയൻ. 77 നബിമാരെ ഖബർ, 77 നബിമാരെ ഖബർ കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് സംസം കലത്തിന്റെയും അതുപോലെ ഹിജ്രി ഇസ്മായിലിന്റെയും ഇടക്കുണ്ട്. ആ മഹാന്മാരെ മുഴുവനും ഹജ്ജിന്റെ സമയത്ത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാ സഹോദര, അന്ന് തന്നെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. ആ ഹദീസിൽ എന്താ ഉള്ളത്? ഫീ മസ്ജിദിൽ ഖൈഫി ഖബ്റു 70 നബിയ്യാ, 70 നബിമാരെ ഖബർ മിനയിലെ മസ്ജിദുൽ ഖൈഫിലുണ്ട്. സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം, ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെ, ഇലാമു സാജിദിൽ ഉദ്ധരിച്ചത്, ഇലാമു സാജിദിൽ ബഹുമാനപ്പെട്ട ഇമാം സർകസി ഉദ്ധരിച്ചത് ഹദീസാണ്. ഞാൻ ആ കിതാബ് തന്നെ ഒന്ന് കാണിച്ചതാണ്. ഇരിക്കട്ടെ, ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്നാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരെ ഖബറുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടോ, ഹദീസിന്റെ പണ്ഡിതന്മാര് പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഈ മസ്ജിദുൽ ഖൈഫി, മസ്ജിദുൽ ഖൈഫിന്റെ മുന്നിലെ പള്ളിയിലുണ്ട് ഖബറു 70 നബിയ്യാ, 70 നബിമാരെ ഖബറുകളുണ്ട്. റവാഹുൽ ബസാർ, അത് ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരമ്പരയിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ മജ്മഉ സവാഇദിൽ പറയാണ്, ആ ഹദീസിന്റെ പരമ്പരയിലുള്ള മുഴുവൻ റിപ്പോർട്ടർമാരും വിശ്വാസയോഗ്യരാണ്. അങ്ങനെ വിശ്വാസയോഗ്യരായ ഇമാമിങ്ങൾ മുഖേന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കേട്ടിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുകളുണ്ട്. ഇത് ഞാൻ നാദാവൃത്തെന്ന് പറഞ്ഞപ്പോ ആലപ്പുഴയിൽ പോയിട്ട് മൗലവി മനസ്സിലാക്കിയത്, ആലപ്പുഴയിൽ നിന്ന് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ, സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ അത് പേരോട് അറിയൂല എന്നാണ്. ആലപ്പുഴയിൽ പോയിട്ട് മോചനത്തിന്റെ സീഡി ഇറക്കുന്ന സെൽഫി ആലപ്പുഴയിൽ പോയിട്ട് പറയാണ്, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് നേരത്തെയും ഉണ്ടാക്കുന്ന ഈ വർഗം. ഞാൻ ചോദിക്കുന്നു, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ച സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ല. അവരെ സംബന്ധിച്ച് ഈ വർഗമെന്ന് പറഞ്ഞല്ലേ, സലഫിയുടെ പ്രയോഗം ഈ വർഗമെന്നല്ലേ? ഒന്ന് വെച്ചു കൊടുത്തവനെ. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ടുനേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ടുനേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം അപ്പൊ 70 നബിമാരെ ഖബറുണ്ടെന്ന് പ്രസംഗിച്ചതുകൊണ്ട് ഉറൂസ് പോലെ അതപ്പതിപ്പിച്ച വർഗമെന്നല്ലേ പറയുന്നത്? ഒരിക്കൽ 70 നബിമാരുണ്ടെന്നത് പേരോടിന്റെ വകയാണോ? 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ച സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? അതിന്റെ പരമ്പരയുള്ള മുഴുവൻ ആളുകളും യോഗ്യന്മാരാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ റസൂലടക്കം ഈ വർഗമെന്ന നിങ്ങളുടെ പ്രയോഗത്തിൽ പെട്ടില്ലേ? നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാത്തതുകൊണ്ട്, ഇമാമികളെ കിതാബ് പഠിക്കാത്തതുകൊണ്ട് കണ്ടത് പറയുന്ന പണ്ഡിതന്മാരോട് ദേഷ്യം പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ?